ഇവിടുന്ന് എന്റെ കുഞ്ഞാന്ന് വിളിച്ചു കഴിഞ്ഞാൽ എവിടെ ഉണ്ടെങ്കിലും വന്ന എല്ലാവരും കൂടിയിട്ട് ആ അമ്മയെ കുറ്റം പറയുന്ന പരിപാടി ഇപ്പോൾ ഒരല്പമെങ്കിലും നിർത്തിയിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. പക്ഷേ കുറ്റം പറയണം, ഒരല്പമെങ്കിലും കുറ്റം പറയണമെന്ന് തന്നെ വിചാരിക്കുന്നത്. ഈ സമയത്തെങ്കിലും ആ ഒരു കുഞ്ഞിന് വേണ്ടി ജീവിക്കണമായിരുന്നു. അല്ലെങ്കിൽ ആ കുഞ്ഞിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി നിർത്താമായിരുന്നു. ഏതെങ്കിലും ബന്ധുവിന്റെ, ഇനിയിപ്പോൾ അതൊന്നും നടക്കില്ല എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. ഇപ്പൊ ആ ഒരു അച്ഛൻ്റെ അടുത്തിരുന്നിട്ട് ആ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ തന്തയുടെ അടുത്തിരുന്നിട്ട് കരയുന്ന അനിയനില്ലേ, ആ അനിയനാണ് കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഈ പാവം കൊച്ചിന്, 4 വയസ്സ് മാത്രമുള്ള ആ ഒരു കൊച്ചിന് കഴിഞ്ഞ 3 വയസ്സ് മുതൽ ആ പാവം കൊച്ചിനെ ശാരീരികമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ കുഞ്ഞിന്റെ ശരീരത്തിൽ മുഴുവൻ പാടുകളാണ്. ഇത് ഈ അമ്മയ്ക്ക് അറിയാമായിരുന്നു മാത്രമല്ല അമ്മയോട് ഈ കുഞ്ഞ് പറഞ്ഞിരുന്നു. എന്താ ഈ പറഞ്ഞ കാര്യങ്ങൾ മിക്കവാറും എനിക്ക് തോന്നുന്നത് അതൊരു തള്ളയാണെങ്കിൽ, അതൊരു നല്ല തള്ളയാണെങ്കിൽ തീർച്ചയായിട്ടും ഭർത്താവിനോട് പറഞ്ഞിരിക്കും, നിങ്ങളുടെ അനിയൻ നമ്മുടെ കുഞ്ഞിനെ ശാരീരികമായി പീഡിപ്പിക്കുന്നുണ്ടെന്ന് ഭർത്താവിനോട് പറഞ്ഞിരിക്കും. ആ ഭർത്താവിനോട് പറഞ്ഞത് ഒരു തരത്തിൽ പോലും ഭർത്താവിൻ്റെ അമ്മയടക്കമുള്ള ഒരാളും അംഗീകരിക്കാത്തതുകൊണ്ടും വീട്ടിൽ നിന്ന് അതിന് പകരമായിട്ട് ഒരുപക്ഷെ പീഡിപ്പിച്ചിട്ടുണ്ടോ എന്നുകൂടി മനസ്സിലാക്കണം. ഒരുപക്ഷെ കുഞ്ഞിനെ പീഡിപ്പിച്ചതുപോലെ ഒക്കെ തന്നെ മിക്കവാറും ഈ സ്ത്രീയും പീഡിപ്പിച്ചിരിക്കാം. കാരണം ഈ മോയന്ത്രയുടെ ഭർത്താവ് ജോലിക്കെന്ന് പറഞ്ഞ് എറണാകുളത്ത് എങ്ങോട്ടോ പോയി കഴിഞ്ഞ് പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം അങ്ങോട്ട് തിരിച്ചു വരുന്നുള്ളൂ. അതിനിടയ്ക്ക് ഈ കുഞ്ഞിനെയും പീഡിപ്പിച്ചിരുന്നു. കുഞ്ഞിന് കാവൽ കിടക്കാൻ വേണ്ടിയിട്ട്, ആ വീട്ടുകാർക്ക് കാവൽ എടുക്കാൻ വേണ്ടിയിട്ട് ഈ നാറിയോടെ പോകുന്നത്, ഈ പൊലം നാറിയോടെ പോകുന്നത്. അങ്ങനെ കാവൽ എടുക്കാൻ പോയിട്ടാണ് ഈ കുഞ്ഞിനെ പീഡിപ്പിച്ചത്. ഈ കുഞ്ഞിനെ പീഡിപ്പിച്ചതിനൊപ്പം തന്നെ ഈ പെണ്ണിനെ കൂടി, അതായത് സ്വന്തം ഏട്ടത്തിയമ്മനെ കൂടി പീഡിപ്പിച്ചിരുന്നു എന്നുകൂടി നമ്മൾ ഇനിയിപ്പോൾ അന്വേഷണ ഭാഗമായിട്ട് അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇതുവരെ അറിഞ്ഞത് ഭർത്താവിൻ്റെ അനിയൻ തന്നെയാണ് ഈ ക്രൂരകൃത്യങ്ങളെല്ലാം ചെയ്തതെന്നാണ്. എന്തായാലും അതിപ്പോൾ അറസ്റ്റ് എന്താ പറയുക രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് അപ്പോൾ മനസ്സിലാവുന്നത്. എനിക്കിത് തോന്നിയത്, ഒരു സംശയം തോന്നിയൊരു ഭാഗമായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ അച്ഛനില്ലാത്ത ഓവർ ദുഃഖം അനിയൻ കാണിക്കുന്നുണ്ട്. അച്ഛൻ എന്തെങ്കിലും കരഞ്ഞത് വരുമ്പോഴത്തേനും അനിയൻ ഇങ്ങനെ ആ സൈഡിൽ നിൽക്കുന്ന അനിയൻ ഇങ്ങോട്ട് ചാരുന്നു, അനിയൻ കെട്ടിപ്പിടിച്ച് കരയുന്നു. അത് ഭയങ്കര ഭീകരമായ കരച്ചിലാണ്. 2-3 കരച്ചിലൊന്ന് കാണിച്ചു തരാം. ഞാൻ ഇവിടുന്ന് എന്റെ കുഞ്ഞാന്ന് വിളിച്ചു കഴിഞ്ഞാൽ എവിടെ ഉണ്ടെങ്കിലും വന്ന കണ്ടില്ലേ, ഓവർ കരച്ചിൽ. ഒരുപക്ഷെ പോലീസുകാർക്ക് സംശയം തോന്നിയിട്ടുണ്ടായിരിക്കുക ഈ ഒരു ഓവർ കരച്ചിൽ കണ്ടപ്പോൾ തന്നെ ആയിരിക്കും. ഒപ്പം തന്നെ ഇയാൾ പറയുന്നുണ്ട്, മിക്ക സമയത്തും എൻ്റെ അനിയന്റെ കയ്യിലാണ്, എൻ്റെ അനിയന്റെ അടുത്താണ് ആ കുഞ്ഞ് എന്നുള്ളതാണ്. നമുക്ക് എന്ത് വിശ്വസിച്ചിട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആരെങ്കിലും കയ്യിലൊക്കെ ഏൽപ്പിക്കുക, പെൺകുഞ്ഞുങ്ങളൊക്കെ ഏൽപ്പിക്കുക എന്നുള്ളത് പറയുന്ന ഒരു വലിയ കൺഫ്യൂഷൻ നിലനിൽക്കുന്നത് കേട്ടോ. ഭയങ്കര ഭീകരമായിട്ടുള്ള കൺഫ്യൂഷൻസാണ്. എന്തായാലും ഇത്രയ്ക്ക് ക്രിമിനൽസുകളൊക്കെ ഉള്ള സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ആ പാവം കുഞ്ഞിനെ ഇനിയും പീഡിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ അമ്മ രക്ഷിച്ചതാവണം. കൊന്നു കളഞ്ഞ് രക്ഷിക്കുക എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് മാത്രം മാനസികമായിട്ട് ആ പാവം അമ്മ എത്തിയിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ നിങ്ങൾ ഈ പറഞ്ഞ മാതിരി എന്തെങ്കിലും സംഭവങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവനോട് ചോദിച്ചാൽ പറഞ്ഞു. അല്ലാണ്ട് ഞാൻ നോണൊന്നും പറയല. ഞാൻ അവനോട് ഇപ്പോഴാണ് അവൻ്റെ അനിയത്തി മരിച്ചത് 10 മിനിറ്റ് പോലെയായിരുന്നു അറിഞ്ഞിട്ട്. അപ്പൊ അവനോട് തന്നെ ചോദിച്ചു, അതിലൊരു ഞാനിപ്പോ 2 ദിവസമായിട്ട് വന്നിട്ട് അച്ഛന് സുഖമില്ലാന്ന് പറഞ്ഞത് വന്നതാണ്. ഇതാണ് ആ ഒരു നാറിക്ക് പറയുള്ളത് കേട്ടോ, അച്ഛന്ന് പറയുന്ന നായിക്ക് പറയുള്ളത്. ഇതിനൊപ്പം തന്നെ നമ്മൾ കേൾക്കേണ്ടത് ഈ മരണസമയത്ത്, അതായത് അടക്കം ചെയ്യണ സമയത്ത് അനിയന്റെ ഒരു കരച്ചിലുണ്ട്. അതുകൂടി ഒന്ന് കണ്ടോക്കണേ. അത് കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോ ചേച്ചി പറയും സുഭാഷ് തല്ലി ചീത്ത പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് കംപ്ലൈന്റ് പറയും. അങ്ങനെ അവിടെ ഇവിടുന്ന് അങ്ങോട്ട് പോകാനുള്ള ഒരു കാരണമാണ് അത്. അങ്ങനെയില്ല, മിണ്ടാട്ടം തന്നെ ഞങ്ങളോട് വളരെ അങ്ങോട്ട് ചോദിച്ചാൽ മാത്രം എന്തെങ്കിലും പറയോ ഇത് ചെയ്യുള്ളൂ. ഇവിടെ അച്ഛനും അമ്മയും കൊടുത്തിട്ടില്ല. കണ്ടില്ലേ, ഇതൊക്കെയാണ് ആ ഒരു നാറ് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഭർത്താവിനോട് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് പോലും ഉത്തരം പറയാൻ ഭയങ്കര വ്യഗ്രത അനിയനായിരുന്നു. ഈ അനിയനാണ് അത് തീർച്ചയായിട്ടും ഒരു പക്ഷേ അനിയൻ പീഡിപ്പിച്ച് കൊല്ലുന്നതിന് മുമ്പായിട്ട് ഈ പാവം അമ്മയ്ക്ക് കൊല്ലാൻ തോന്നിയത്. ഇത് ഇന്നലെ മുതലുള്ള സംശയം. പക്ഷെ ഈ വീഡിയോസ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ യൂട്യൂബിൽ നല്ല പണി കിട്ടുന്നതുകൊണ്ട് ഇത് ചെയ്യാൻ വളരെയധികം മടിച്ചു നിൽക്കരുത്. അങ്ങനെ ഈ അത്രയ്ക്ക് ഭീകരമായിട്ടാണ് ഈ സംഗതികളൊക്കെ ഇയാൾ ചെയ്തു വന്നിരുന്നതാണ്. ഈ
ഒരു പീഡനം സ്വന്തം കുഞ്ഞ് ഇതുപോലെ ഒരു ലൈംഗിക ഉപദ്രവം ഏറ്റുവാങ്ങിയതും ബന്ധുവിൽ നിന്ന് തന്നെ ഏറ്റുവാങ്ങിയത് ആ അമ്മയ്ക്ക് അറിയാമായിരുന്നു. അമ്മ ഇങ്ങനെ ഒരു അരക്ഷിതമായ അവസ്ഥയിൽ ആ കുഞ്ഞിനെ അവിടെ കൊണ്ടുപോയി അതുപോലെ അങ്ങനെ അവിടെ ഇട്ടിട്ട് പോയിരുന്നോ, അതോ ഇതൊക്കെ അറിയാതെ തന്നെ അമ്മ ഈ പറഞ്ഞതുപോലെ കുഞ്ഞിനെ കൊല്ലാൻ തന്നെ തീരുമാനിച്ച്, അമ്മ പോലീസിനോട് പറഞ്ഞത് ആ കൊന്നു എന്ന് മാത്രമാണ്, കൊല്ലാൻ തീരുമാനിച്ച് മാനസിക പ്രശ്നമുള്ള ആളാണ് എന്ന് പറയുന്നു, അതുകൊണ്ട് അങ്ങനെ കൊന്നു എന്ന് മാത്രമാണോ, അമ്മയ്ക്കൊന്നും അറിയില്ലേ എന്നതൊക്കെ പോലീസിന്റെ ചോദ്യം ചെയ്യലിന്റെ വിശദാംശങ്ങൾ ഇനി വരണം. അതെന്തായാലും ഉടൻ തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ അമ്മയിൽ നിന്ന് ഈ ഒരു പീഡനവുമായി ബന്ധപ്പെട്ട്, ഈ ഒരു പോക്സോ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് പോലീസ് മൊഴി ചോദിച്ചിട്ടുണ്ട്, അമ്മയുടെ ചോദ്യം ചെയ്യൽ നടത്തിയിട്ടുണ്ട്. അതിൽ അമ്മ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് ഇനി പുറത്തു വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇതൊരു നടുക്കുന്ന സംഭവമാണ്. അതിലാണ് ഇപ്പോ കുഞ്ഞിന്റെ അടുത്ത ബന്ധുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കുഞ്ഞ് ഇതുപോലെ 4 വയസ്സുകാരി കുഞ്ഞ് ഇതുപോലെ കൊല്ലപ്പെട്ടു. അതിനുശേഷം നടത്തിയ ഈ പോസ്റ്റ്മോർട്ടവും അത് നിർണായകമായ മൊഴികളും ഒക്കെ ചേർത്ത് വെച്ചാണ് ഇപ്പൊ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ നടന്ന കാര്യം സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. കഴിഞ്ഞ 1-1.5 വർഷമായിട്ട് ഈ പാവം കുഞ്ഞ് ഭീകരമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഭർത്താവ് എന്ന് പറയുന്ന ആ നാട്ടിലില്ല, അയാൾ വേറെ സ്ഥലത്താണ്. ഈ പെൺകുട്ടിക്ക് ആ വീട്ടിൽ വലിയ സ്വാതന്ത്ര്യമൊന്നുമില്ല. ഭർത്താവിന്റെ അമ്മയും അനിയനാണ് അവിടെ ഒരു പക്ഷേ ഭരണമൊക്കെ കൈയാളെന്ന് നമുക്ക് വിചാരിക്കാം. ഈ ഭർത്താവിന്റെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ അനിയൻ താമസിക്കുന്നത്. അനിയൻ നിരന്തരമായിട്ട് ഈ പോൺ വീഡിയോസും മറ്റൊക്കെ നിരന്തരമായിട്ട് കാണുന്ന അത്തരം ഒരു മോശപ്പെട്ട ജീവിതം നയിക്കുന്ന ഒരാളാണ് എന്നാൽ കിട്ടുന്ന വിവരം. ഇതിന്റെ ഭാഗമായിട്ട് ഇയാൾ ഇല്ലാത്ത സമയത്ത്, ഈ ഭർത്താവ് എന്ന് പറയുന്ന ഏട്ടൻ ഇല്ലാത്ത സമയത്ത് ഏട്ടത്തെ അമ്മയ്ക്ക് കൂട്ടുകിടക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാറവിടിക്ക് പോകുന്നത്. ഈ കൂട്ടുകിടക്കാൻ പോകുന്ന രാത്രികൾ മുഴുവൻ അനിയൻ രാത്രി ഉറങ്ങാൻ സമയത്ത് ഈ പാവം കൊച്ചിനെ കൊണ്ടുപോകും. ഒരു പക്ഷേ ആദ്യ സമയത്തൊന്നും ആ ഒരു ഏട്ടത്തെ അമ്മ എന്ന് പറയുന്ന ഈ ഒരു അമ്മ സംശയിച്ചിട്ടുണ്ടായിരിക്കില്ല. തൻ്റെ മകളെ, അതായത് അനിയന്റെ മകളല്ലേ, തൻ്റെ ഭർത്താവിന്റെ അനിയനല്ലേ, തൻ്റെ മോളെ കൊണ്ടുവന്ന് ചെറിയച്ഛനല്ലേ, ആ ഒരു ചെറിയച്ഛന്റെ സ്നേഹം കൊണ്ട് ഒപ്പം കെടുത്തി ഉറക്കാൻ വേണ്ടി കൊണ്ടുപോയിരിക്കും. 3 വയസ്സല്ലേ, കൊഞ്ചിക്കാൻ തോന്നുന്ന പ്രായമല്ലേ, ഇങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കാം ഒരുപക്ഷെ തീർച്ചയായിട്ടും അമ്മ. പക്ഷേ പിന്നീടാണ് ആ ഒരു കുഞ്ഞിന്റെ ശരീരത്തിൽ പല ഭാഗത്തും, ആ ഒരു ഗുഹ്യ ഭാഗത്തെല്ലാം, ആന്തരികാവയ ഭാഗത്തെല്ലാം ചില മുറിവുകളൊക്കെ കാണപ്പെട്ട സമയത്താണ് ഇവരെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയത്തിലേക്ക് ഈ അമ്മ എത്തുന്നത്. അമ്മ അത് എത്തുന്ന മാത്രമല്ല, എത്തുന്ന കാര്യങ്ങളൊക്കെ ആദ്യമൊക്കെ ഇവർ മറച്ചു പിടിച്ചിരിക്കാം. പിന്നീട് ഈ അനിയനോട് ചോദ്യം ചെയ്യുന്നു. അനിയനോട് ചോദ്യം ചെയ്തപ്പോൾ ഒരുപക്ഷെ ഈ കുഞ്ഞ് തന്നെ പറഞ്ഞിരിക്കാം, അച്ഛനോട് പറയുമെന്ന് പറഞ്ഞിരിക്കാം. ഒരുപക്ഷെ ഈ അനിയനുമായിട്ടും ഈ അമ്മയ്ക്ക് ഇനി വല്ല ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി ചോദ്യം ചെയ്യില്ല. എനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ അത് പറഞ്ഞത് വല്ല തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും മാപ്പ് ചോദിക്കാൻ തയ്യാറാണ്. ഒരു വൃത്തികെട്ട കാര്യമാണല്ലോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് മാത്രം. എന്തായാലും ഒരു പക്ഷേ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ അനിയനായിട്ട് ഈ ബന്ധമുണ്ട് എന്ന് ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. ഈ ബന്ധം ഒരുപക്ഷെ ഈ കുഞ്ഞിനെ അറിയാക്കാം. 4 വയസ്സായ കുഞ്ഞാണ്, ഏകദേശം കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്ന കുഞ്ഞാണ്. ഒരു പക്ഷേ ഇങ്ങനെ അനിയനുമായിട്ട് ബന്ധമുണ്ട് എന്ന് ഈ ചെറിയ കുഞ്ഞുമായിട്ട് ഈ ലൈംഗിക ബന്ധം ഉണ്ടാക്കുന്നു. അത് നേരെ പോയിട്ട് ഏട്ടത്തിമ്മയുടെ നെഞ്ചത്തേക്ക് കയറുന്നു. അവർ ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞ സമയത്ത് ഈ കുഞ്ഞ് ഒരു പക്ഷെ അത് കണ്ടിരിക്കാം. ഈ കണ്ട കാര്യങ്ങൾ ഈ കുഞ്ഞ് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ വരുമ്പോൾ പറഞ്ഞു കൊടുക്കുമെന്നോ മറ്റോ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ഇതിന്റെ ഭാഗമായിട്ട് കൊല്ലാൻ തീരുമാനിച്ചതായിരിക്കാം എന്ന നിഗമനത്തിൽ കൂടി നമ്മൾ എത്തേണ്ടിയിരിക്കുന്നു. അതായത് കുഞ്ഞ് പറയുമോ എന്നുള്ള പേടിയിൽ കുഞ്ഞിനെ തീർത്ത് കളയാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുക. അല്ലെങ്കിൽ ഇനിയും തൻ്റെ കുഞ്ഞിനെ, അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഇനിയും തൻ്റെ കുഞ്ഞിനെ ഈ വൃത്തികെട്ടവൻ ഇനിയും നിരന്തരമായിട്ട് പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ. കാരണം തൻ്റെ കുഞ്ഞ് പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് ഭർത്താവിനോട് പറഞ്ഞിട്ടും ഭർത്താവ് ലെവലേശം അംഗീകരിച്ചിട്ടുണ്ടായിരിക്കുള്ള സാധ്യതയില്ല. അയാളുടെ സ്വഭാവവും മാനേഴ്സ് ഒക്കെ നോക്കുമ്പോൾ അയാൾ അങ്ങനെയാണ്. അപ്പോൾ ഭർത്താവിന്റെ അനിയൻ തന്നെയാണ് കുഞ്ഞിനെ പീഡിപ്പിക്കുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭർത്താവ് ഒരുപക്ഷെ അത് അംഗീകരിച്ചിട്ടുണ്ടായിരിക്കില്ല. അങ്ങനെ അംഗീകരിക്കാതിരിക്കും തോറും ഇനിയും തൻ്റെ കുഞ്ഞ് പീഡിപ്പിക്കപ്പെടും എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് എത്തിയപ്പോൾ മാനസികമായിട്ട് ആ പാവം സ്ത്രീ മാറിപ്പോയിരിക്കാം, മെന്റലി തകർന്നിരിക്കാം. ഈ ഒരു സമയത്ത് ഈ അമ്മമാര് എന്താണ് ചെയ്യുക എന്നൊക്കെ നമുക്കിങ്ങനെ പറയാനേ സാധിക്കുള്ളൂ. ആരെങ്കിലും കൊണ്ട് ഏൽപ്പിക്കാമെന്നല്ലേ, ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ടാക്കാമായിരുന്നില്ലേ, ആർക്കെങ്കിലും കൊടുക്കാമായിരുന്നില്ലേ, കുഞ്ഞുങ്ങളില്ലാത്ത ആർക്കെങ്കിലും കൊടുത്തു കൂടായിരുന്നു എന്നൊക്കെ നമുക്ക് ഇവിടുന്ന് പറയാൻ മാത്രം സാധിക്കുള്ളൂ. ആ ഒരു സമയത്ത് ആ അമ്മ എന്ത് ചിന്തിക്കും നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരു പക്ഷേ ഇനിയും തൻ്റെ കുഞ്ഞ് പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ ആ അമ്മ ചെയ്ത അവസാനത്തെ രക്ഷയായിരിക്കാം ആ ഒരു കുഞ്ഞിനെ രക്ഷപ്പെടുത്തുക എന്ന് പറയുന്ന അവരുടെ ഒരു തോന്നലായിരിക്കാം കുഞ്ഞിനെ കൊന്നുകളഞ്ഞത്. ഇപ്പോഴും പോലീസിനോട് പറഞ്ഞത് ഞാൻ അവളെ കൊന്നു എന്ന് മാത്രമാണ്. ഞാൻ അവളെ കൊന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവളെ രക്ഷപ്പെടുത്തി എന്നുള്ള വാക്കായിരിക്കും ഒരു പക്ഷേ അമ്മ പറയുന്നത്. ഇനിയും കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെയാണ് അമ്മയ്ക്ക് ഈ അനിയനുമായിട്ട് ബന്ധമുണ്ടോ, ഈ അടുത്ത ബന്ധുവുമായിട്ട് ബന്ധമുണ്ടോ, എന്തെങ്കിലും ഇല്ലീഗൽ റിലേഷൻസ് ഉണ്ടോ, കുഞ്ഞ് ഇത് പറയുന്നുള്ള വർത്തമാനം എന്തിലൊക്കെ അമ്മയോട് പറഞ്ഞു എന്നുള്ള കാര്യങ്ങൾക്ക് അറിയാൻ ശ്രമിക്കുന്നത്. എന്തൊക്കെയായാലും
അത് ഭീകരമായിട്ടുള്ള എന്ത് ചെയ്യണമെന്നൊക്കെ ഭയങ്കര ഭയത്തോട് കൂടിയിട്ട്, അതായത് ചെറിയ കൊച്ചുങ്ങളൊക്കെ ഉള്ള വീട്ടുകാര് ഈ കുഞ്ഞിനെയും കൊണ്ട് മാത്രം എന്ത് ജോലിക്ക് പോകേണ്ട അവസ്ഥയിലേക്ക് അച്ഛനും അമ്മയ്ക്കും വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തുന്നതെന്ന് തോന്നിപ്പോകുന്നത്. എന്തായാലും ആ നാറിയെ കണ്ടല്ലോ. എന്താണ് ചിലപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ അറേബ്യൻ ശിക്ഷാ നിയമങ്ങളൊക്കെ വരെന്നൊക്കെ തോന്നും. അവൻ്റെയൊക്കെ വരി ഉടക്കേണ്ട സമയം അതൊക്കെ ചെത്തിക്കളഞ്ഞുകളയാണ്. അതൊക്കെ വൃത്തിയായിട്ട് ചെത്തിക്കളഞ്ഞിട്ട് ഇനി ഒരിക്കലും അങ്ങനത്തെ ഒരു തോന്നൽ പോലും ഇല്ലാണ്ട് ഷണ്ടനായിട്ട് നരക ജീവിതം ജീവിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ ഈ നാറി മാറിപ്പോകണം എന്നുള്ളതാണ്. കാരണം 4 വയസ്സ് മാത്രമുള്ള കൊച്ചിനോടൊക്കെ ഇങ്ങനെ തോന്നണമെങ്കിൽ അവൻ എന്തോരം ഒരു വൃത്തികെട്ടനായിരിക്കും എന്നൊക്കെ ആലോചിച്ച് നോക്കി. എന്നിട്ടാണ് ആ അഭിനയ കരച്ചിൽ. ബൈ.